Hi friends, എല്ലാവർക്കും സ്കോറേജ് മൈലേക്ക് സ്വാഗതം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ എടുക്കാം. നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് റിയാദ് സീസൺ കപ്പ് അത് എങ്ങനെയാണ്, അതിലെ വിജയെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്, അല്ലെങ്കിൽ ഇന്റർ മിയാമി vs അൽ നാസർ എന്നുള്ള മത്സരം കൊണ്ട് അവസാനിക്കുമോ ആ ഒരു റിയാദ് സീസൺ കപ്പ് എന്ന് പറയുന്നത്, ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ ഒരു റിയാദ് സീസൺ കപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു മത്സരമാണ് ഇന്റർ മിയാമി vs അൽ നാസർ എന്നുള്ള മത്സരം. കാരണം മെസ്സിയും റൊണാൾഡോയും ഒരുപാട് കാലങ്ങൾക്ക് ശേഷം വീണ്ടും ഏറ്റുമുട്ടാൻ പോകുന്ന ഒരു മത്സരമാണ്. അതുകൊണ്ട് തന്നെ ലോകത്ത് ഏറ്റവും ആരാധകർ എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ഒരു മത്സരം എന്ന് പറയുന്നത് ഇന്റർ മിയാമി vs അൽ നാസർ മത്സരം തന്നെയാണ്. പക്ഷേ ആ ഒരു റിയാദ് സീസൺ കപ്പ് എന്ന് പറയുന്ന മത്സരം ഈ ഒരു മത്സരം കൊണ്ട് മാത്രം അവസാനിക്കുന്ന ഒരു കപ്പാണോ, അല്ലെങ്കിൽ അതിന്റെ വിജയം എങ്ങനെയാണ് തിരഞ്ഞെടുക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്, ഫേസ് കാണിച്ചുള്ള എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോട്ട് എടുക്കാം. ഈ ഒരു റിയാദ് സീസൺ കപ്പ് എന്ന് പറയുന്നത് 3 ടീമുകൾ അടങ്ങുന്ന ഒരു കപ്പാണ്. എന്ന് വെച്ചാൽ അൽ ഹിലാലും അതുപോലെ തന്നെ ഇന്റർ മിയാമിയും അതുപോലെ തന്നെ അൽ നാസറും അടങ്ങുന്ന ഒരു കപ്പാണ്. ഈ ഒരു 3 ടീമുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചതിന് ശേഷം ഒരു പോയിന്റ് പട്ടിക അടിസ്ഥാനത്തിലാണ് ഈ ഒരു മത്സരം നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു 3 ടീമുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കും. 1 വീക്ക് പീരീഡിലുള്ള ഒരു 3 മത്സരമാണ് ഈ ഒരു റിയാദ് സീസൺ കപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു 3 ടീമുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചതിന് ശേഷം ഈ ഒരു പോയിന്റ് പട്ടികയിൽ, ഈ 3 ടീമുകൾ അടങ്ങുന്ന പോയിന്റ് പട്ടികയിൽ ആരാണോ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് അവരായിരിക്കും ഈ ഒരു റിയാദ് സീസൺ കപ്പിന്റെ വിന്നർ ആവാൻ പോകുന്നത്. അല്ലാതെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇന്റർ മിയാമി vs അൽ നാസർ എന്നുള്ള ഒരു മത്സരം കൊണ്ട് മാത്രം അവസാനിക്കുന്ന ഒരു കപ്പല്ല റിയാദ് സീസൺ കപ്പ് എന്ന് പറയുന്നത്. മറിച്ച് 3 ടീമുകൾ ഉൾപ്പെട്ടുകൊണ്ട് നടക്കുന്ന ഒരു ടേബിൾ വൈസ് മത്സരമാണ് റിയാദ് സീസൺ കപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു മത്സരം ഇന്റർ മിയാമി vs അൽ നാസർ മത്സരം ലോകത്ത് മുഴുവനും ആരാധകർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മത്സരമാണ്. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് അടിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, ഇറ്റ്സ് മീ സ്കോറേജ് മൈ.